أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين इन आयात का तर्जुमा ये है कि वो अल्लाह पर ईमान लाते हैं. ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും സൽകാര്യങ്ങൾ ഉപദേശിക്കുകയും നിഷിദ്ധ കാര്യങ്ങൾ വിലക്കുകയും സൽക്കർമ്മങ്ങളിൽ അഹമഹമേകയ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ സൽവൃത്തരിൽ പെട്ടവരാകുന്നു. അവർ ഏതു നല്ല കാര്യം പ്രവർത്തിച്ചാലും അവരോട് അതിനെ സംബന്ധിച്ച അവഗണന കാണിക്കപ്പെടുകയില്ല. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ കുറിച്ച് നല്ലവണ്ണം അറിയുള്ളവനാണ്. വിശ്വാസികളുടെ ഗുണങ്ങളായ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും വിലക്കുക, സ്വയം നന്നാവുന്നതിനും നന്മയിൽ മുന്നേറുന്നതിനും പരസ്പരം മത്സരിക്കുക എന്നീ കാര്യങ്ങളാണ് ഞാൻ ഓതിയ ആദ്യ ആയത്തിൽ പറയുന്നത്. സൂറ ആൽ-ഇംറാനിലെ ആയത്താണിത്. ഈ കാര്യങ്ങൾ ഈ സൂറത്തിൽ മറ്റു സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് മനുഷ്യനെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങൾ വിശ്വാസത്തിലുള്ള ദൃഢത കാണിക്കുന്നതാണ്. വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും ചെന്നെത്തിക്കുന്നതും ഇவ்விധം കാര്യങ്ങളാണ്. കാരണം അല്ലാഹു തആല താൻ നൽകിയിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം പാഴാക്കുകയില്ല. അതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കും നന്മ വ്യാപിക്കുന്നവർക്കും നന്മയിൽ മുന്നേറുന്നവർക്കും പ്രത്യേകം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. എന്നാൽ ഞാൻ ഓതിയ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, ഞാൻ അലീമാണ്, അതേപോലെ ആലിമുൽ ഗൈബി വ ഷഹാദയാണ്. പരോക്ഷ ജ്ഞാനം എനിക്കുണ്ട്, പ്രത്യക്ഷ ജ്ഞാനവുമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ അറിയുന്നു.
അതിന്റെ പിന്നിലെ ഉദ്ദേശ്യം എന്താണെന്ന് എനിക്കറിയാം. തഖ്വയിൽ പദമൂന്നിക്കൊണ്ടാണ് ഈ പ്രവർത്തനമെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല തന്റെ കാരുണ്യത്തിന്റെ തണലിൽ നിങ്ങളെ വെക്കുന്നതാണ്. ഈ കലുഷിതമായ കാലത്ത് വാഗ്ദത്ത മസീഹിനെയും माने के इमाम को भेजा മഹ്ദിയെയും അയച്ചു എന്നത് और हमें ये तो അള്ളാഹു നമ്മോട് ചെയ്തിരിക്കുന്ന വലിയ ഔദാര്യമാണ്. കാലഘട്ടത്തിന്റെ ഇമാമിനെ അയച്ചു. उससे ये अहद किया है അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് अल्लाह ताला के അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ अपने ईमान को നാം ചരിക്കുമെന്നും यार पर लाएंगे। ये अल्लाह ने നമ്മുടെ വിശ്വാസത്തെ जिसका ആ ആത്മാവ് പറഞ്ഞ तफसीर आपने हमें बयान फरमाई ഉത്തുംഗ സ്ഥാനത്ത് എത്തിക്കുന്നതാണെന്നും सुन्नत की रोशनी में അദ്ദേഹത്തോട് പ്രതിജ്ഞ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. हैं कि जुबान को जैसे വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ മാർഗങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. कहने से रोकना जरूरी है ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, के लिए खोलना लाजमी നാവിനെ അള്ളാഹുവിന്റെ പ്രീതിക്കെതിരായി സംസാരിക്കുന്നതിൽ നിന്നും തടയേണ്ടത് നിർബന്ധമായതുപോലെ തന്നെ നേരായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി അത് തുറക്കേണ്ടതും നിർബന്ധമാണ്. തിന്മ പറയുന്നതിൽ നിന്നും നാവിനെ തടയേണ്ടതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയാൻ അതിനെ ചലിപ്പിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. नहीं अनिल मुनकर से पहले जरूरी होता है യഅ്മുറൂന ബിൽ മഅറൂഫി अपनी अमली हालत വയൻഹൗന അനിൽ മുൻകരി എന്നത് വിശ്വാസികളുടെ ലക്ഷണമാണ്. को अपने अंदर നന്മകൾ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ तो अपनी अमली हालत से ये सब അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും ആ ഗുണങ്ങൾ തന്നിലുണ്ടെന്നും പ്രവർത്തന രൂപത്തിൽ കാണിക്കേണ്ടിയിരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ इससे पेशतर എന്നിലുണ്ടെന്ന് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കേണ്ടതാണ്. उसको अपनी हालत असरअंदाज പറയുന്നു, ഈ വാക്കുകൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നതിന് മുമ്പേ തന്റെ ജീവിത രീതി और नहीं अनिल मुनकर से कभी मत रोको സ്വാധീനം ചെലുത്തുന്നതാക്കി മാറ്റേണ്ടതും അനിവാര്യമാണ്. है और അതുകൊണ്ട് നാവിനെ जो नर നന്മ കൽപ്പിക്കുന്നതിൽ നിന്നും തിന്മയെ തടയുന്നതിൽ നിന്നും ഒരിക്കലും തടയരുത്. और ऐसा ही എന്നാൽ സാഹചര്യവും സന്ദർഭവും നോക്കി സംസാരിക്കേണ്ടതാണ്. അതേപോലെ സംസാര ശൈലി മൃദുലവും മയത്തിലുമായിരിക്കണം. को मानने के बाद അതേപോലെ जिम्मेदारियां തവക്ക് വിരുദ്ധമായി നാവിനെ ചലിപ്പിക്കുക എന്നത് വലിയ പാപം തന്നെയാണ്. मयार हासिल करें ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചതിന് ശേഷം और फेल നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും നന്മ വിതറുന്നതും इस्लाम की बैत में आना कोई हैसियत नहीं തിന്മ തടയുന്നതുമായിരിക്കണം. रखता है कि അതല്ലാതെ നാം ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിന് कि एक अहद करके ഒരു പ്രസക്തിയും ഉണ്ടായിരിക്കുകയില്ല. नहीं कर रहे ഒരുപക്ഷേ ഇത് തിരിച്ച് അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കുന്നതിന് കാരണമായി വന്നേക്കാം. बार बार कह चुका हूं നാം ഒരു കരാർ ചെയ്തു, അത് പൂർത്തിയാക്കാത്തവരായിത്തീരുന്നതാണ്. उसी ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, जो लोग दूर हैं ഞാൻ പലവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. എത്ര കണ്ട് സാമീപ്യം ഒരാൾ കരസ്ഥമാക്കുന്നുവോ അത്ര കണ്ട് അവൻ പിടിക്കപ്പെടാനും സാധ്യതയുണ്ട്. तो तुम അകലെയുള്ളവർ പിടിക്കപ്പെടുകയില്ല, എന്നാൽ നിങ്ങൾ പിടിക്കപ്പെട്ടേക്കാം. നിങ്ങൾക്കും അവർക്കുമിടയിൽ വിശ്വാസപരമായ വർധനമൊന്നുമില്ലെങ്കിൽ क्या अब अपनी നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? नजर रखने की അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ഇമാമിനെ സ്വീകരിച്ചു എന്നതിൽ नाम സന്തുഷ്ടരാകരുത്. അതുകൊണ്ട് നാം ഇപ്പോൾ മുമ്പത്തേക്കാളുപരി നമ്മുടെ അവസ്ഥ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ कि अपनी നിങ്ങൾ പിടിക്കപ്പെടുന്നതാണ്, നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. दीनी इल्म അതുകൊണ്ട് നമ്മുടെ ഇസ്ലാഹിന്റെ കാര്യത്തിൽ से बचा नहीं सकता നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മതപരമായ അറിവ് കരസ്ഥമാക്കുക എന്നത് ആരെയും ശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയില്ല. उसे അതനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. अगर उसके अमल ജമാഅത്തിന്റെ ഏതെങ്കിലും സ്ഥാനത്ത് അവരോധിക്കപ്പെടുക എന്നതും ഏതെങ്കിലും പദവി ലഭിക്കുക എന്നതും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ആ വ്യക്തിയുടെ പ്രവർത്തനമില്ലെങ്കിൽ ശിക്ഷയിൽ നിന്നും അവനെ രക്ഷിക്കുന്നതല്ല. उसको मुआवजे से बचा नहीं सकता ഏതെങ്കിലും തറവാടിൽ പിറന്നവനാണെന്നതോ इसकी अल्लाह ताला ने तालीम ഭക്തരെ സേവിക്കലോ അവരുടെ നിലവാരമനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതല്ല. कि सिर्फ
മറ്റൊരു मुतबईन സ്ഥലത്ത് इनामात हैं। ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബയ്യത്ത് ചെയ്തു എന്നതുകൊണ്ട് എന്റെ അനുയായികൾക്ക് ലഭിക്കുന്നുവെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരില്ല. പറയുന്നു, ഓർക്കുക, അള്ളാഹുവിന് പ്രിയരായവർ മോടിയുള്ള വസ്ത്രം ധരിക്കുന്നവരോ ധനവാന്മാരോ സുഖാഡംബരങ്ങൾ കഴിയുന്നവരോ അല്ല. ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ പ്രിയർ. അവർ പൂർണ്ണമായും അള്ളാഹുവിന്റേതായിത്തീരുന്നു. പറയുന്നു, അള്ളാഹു लजीन तबऊ का फौकल लजीन कफरू പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്ന് ഇതുമാണ്, और जो तेरे വജാഇലുല്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. നിന്നെ पर क़यामत तक പിൻപറ്റുന്നവർക്ക് रखूंगा। നിഷേധികളുടെ മേൽ फरमाया कि ये तो ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. मेरे मुनकरों और मेरे मुखालफों पर गलबा देगा। എന്റെ അനുയായികൾക്ക് എന്റെ എതിരാളികൾക്കും നിഷേധികൾക്കും മേൽ मेरे വിജയം നൽകും എന്നത് ശരി തന്നെയാണ്. എന്നാൽ ചിന്തനീയമായ കാര്യം ഇതാണ്, എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു എന്നതുകൊണ്ട് ആരും എന്റെ അനുയായി വൃന്ദത്തിൽ ഉൾപ്പെടുകയില്ല. അവർ തങ്ങളിൽ അനുസരണത്തിന്റെ സമ്പൂർണമായ അവസ്ഥ ഉണ്ടാക്കി എടുക്കാത്തിടത്തോളം അനുയായികളിൽ ഉൾപ്പെടുന്നതല്ല. अल्लाह ताला അതുകൊണ്ട് ने जो फरमाया है, मोमिन की तारीफ फरमाई है कि നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല वयुसारिऊन फिल खैरात വിശ്വാസിയുടെ ഗുണമായി പറഞ്ഞത് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി की വയുസാരിഊന ഫിൽ ഖൈറാത്ത് എന്നതാണ്. भी कहला सकते हैं। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ जो हजरत യഥാർത്ഥ പ്രേമിയായ गुलाम सादिक हैं, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ करने वाले ഉപദേശ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടായിത്തീരുകയുള്ളൂ. നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി തീരുകയുള്ളൂ. അദ്ദേഹത്തിന് നമ്മിലുള്ള പ്രതീക്ഷയനുസരിച്ച് നാം ഉയരാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. बाज मसाइल नहीं हैं जो हमारी दीनी ഞാൻ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉപദേശങ്ങൾ എടുത്തിട്ടുണ്ട്. दुनियावी तरक्की അവ നമ്മുടെ ദീനീപരവും ധാർമ്മ്യപരവുമായ ഇസ്ലാഹിന് ഉതകുന്നതാണ്. മാത്രമല്ല ഭൗതിക വിജയത്തിനും ഇത് അന്വേഷണീയമാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ तो हम हकीकी मुत्तबे नहीं कहला सकते। വാക്കുകൾ സശ്രദ്ധം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ അനുയായിയാണെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാലത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ पैगाम അർപ്പിതമായിരിക്കുന്ന ഒരു ബൃഹത്തായ ജോലി ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ നാനാദിക്കിലും എത്തിക്കുക എന്നതാണ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്കും ഉള്ള പ്രവൃത്തി ഇത് തന്നെയാണ്. എന്നാൽ ഇതിനുവേണ്ടി നാം മാതൃകകളായി തീരേണ്ടതാണ്. ഇക്കാര്യം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഞാൻ നേരത്തെ കേൾപ്പിക്കുകയുണ്ടായി. മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്ന അവസ്ഥ നിങ്ങൾ ആദ്യം കൈവരിക്കുക, എന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ നിങ്ങളുടെ വാക്കും സ്വാധീനിക്കുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് ഉണർത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, വെറും വാക്കു കസർത്തും अगर निरे कीलो काल और रियाकारी तक ही बात हो तो दूसरे लोगों और हम में फिर क्या? പ്രകടനാത്മകതയും മാത്രമാണെങ്കിൽ और दूसरों മറ്റുള്ളവരും നാമും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? अपना अमली എന്ത് മഹത്വമാണ് മറ്റുള്ളവരുടെ മേൽ നമുക്കുണ്ടാവുക? चमक हो നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതി ശരിയാക്കുക. മറ്റുള്ളവർ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു തിളക്കം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകട്ടെ. അതിൽ ഒരു തിളക്കം ഇല്ലാത്തിടത്തോളം കാലം ആരും തന്നെ സ്വീകരിക്കുന്നതല്ല. जाहिर ये बात नहीं ഇത് നമ്മുടെ ആത്മാവിന്റെ ബാഹ്യവും ആന്തരികവുമായ തിളക്കമാണ്, അതിന്റെ വിശുദ്ധിയുടെ തിളക്കമാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കേണ്ടതാണ്. आपकी അപ്പോൾ മാത്രമേ ബയ്യത്തിന്റെ കരാറ് പാലിക്കുന്നവരായി നാം മാറുകയുള്ളൂ. അദ്ദേഹത്തിന് ചെയ്ത फरमाते हैं, ബയ്യത്ത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. बातें करते हैं, ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, നാം വെറും फतह के लिए വാചക കസർത്ത് മാത്രം നടത്തുകയാണെങ്കിൽ फतह चाहते हो അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് ഓർമ്മ വെക്കുക. വിജയത്തിനാവശ്യം തഖ്വയാണ്. फरमाया വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുത്തക്കിയായി തീരുക. खुदा ताला की अज़मत പറയുന്നു, करके सब तरसा रहो। അള്ളാഹു अल्लाह ताला का खौफ മുത്തക്കിയെ സ്നേഹിക്കുന്നു. उसका
उसका प्यार അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് എപ്പോഴും ഭയന്നിരിക്കുക. याद रखो कि सब अल्लाह के അള്ളാഹുവിന്റെ ഭയം മനസ്സിൽ ഉണ്ടായിരിക്കണം. അവനോടുള്ള സ്നേഹവും ഭയവും മനസ്സിൽ ഉണ്ടാവുക. ना किसी को हकारत से देखो, പറയുന്നു, എല്ലാവരും അള്ളാഹുവിന്റെ ദാസരാണ്. ആരോടും അക്രമം പ്രവർത്തിക്കരുത്, ആരോടും കാഠിന്യം അരുത്, നിന്ദാദൃഷ്ടിയോടെ ആരെയും നോക്കരുത്. ജമാഅത്തിൽ ഒരാൾ ചീത്തയായാൽ यानी गुस्सा जल्दी आता അവൻ എല്ലാവരെയും ചീത്തയാക്കുന്നതാണ്. ചൂടാകുന്നതിലേക്ക് നിങ്ങളുടെ പ്രകൃതം ചായുകയാണെങ്കിൽ, പെട്ടെന്ന് കോപം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുക. ഈ ചൂടാകുന്ന പ്രകൃതം ഏത് ഉറവിടത്തിൽ നിന്നാണ് നിർഗളിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. नहीं आना चाहिए। കോപത്തിനുള്ള കാരണമെന്ത്? ഈ അവസ്ഥ വളരെ സൂക്ഷ്മമായതാണ്. കോപം മനുഷ്യ പ്രകൃതിയിലുള്ളതാണ്. എന്നാൽ കോപാന്ധനായി മാറുന്ന അവസ്ഥ പാടില്ല. കോപം വരുന്നെങ്കിൽ തന്നെ ഇസ്ലാം വരുത്താനായി മാത്രം പ്രകടമാക്കേണ്ടതാണ്. बरादरी के भी हकूक हैं, ഒരു സ്ഥലത്ത് പറയുന്നു, उसे भी नेक सलूक करना चाहिए। ഓരോരുത്തരോടും നല്ല രീതിയിൽ വർത്തിക്കുക. जो अल्लाह ताला की रजा കുടുംബാംഗങ്ങൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതാണ്. फिर इस बात അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അവരിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. के मयार क्या होने चाहिए या किस तरह का അള്ളാഹുവിന്റെ ഭയം ആരിലെല്ലാമാണുള്ളതെന്നും ताला का खौफ അതിന്റെ നിലവാരം ഏത് തരത്തിലായിരിക്കണം എന്നതിനെയും കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, कौल व फेल कहाँ तक एक അള്ളാഹുവിന്റെ ഭയം എന്നത് മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് നോക്കുന്നതിലാണുള്ളത്. दूसरे गज़ब इलाही होगा। അവന്റെ വാക്കും പ്രവൃത്തിയും താതാത്മ്യം പുലർത്തുന്നില്ലെങ്കിൽ അവൻ ദൈവകോപത്തിന് പാത്രമായി തീരുന്നു എന്ന് മനസ്സിലാക്കുക. ഹൃദയം അവിശുദ്ധമാണെങ്കിൽ വാക്ക് എത്ര തന്നെ പാവനമായാലും അള്ളാഹുവിന് മുമ്പിൽ ആ ഹൃദയത്തിന് ഒരു വിലയുമില്ല. അവിടെ അള്ളാഹുവിന്റെ കോപമാണ് ആളിക്കത്തുക. അതുകൊണ്ട് എന്റെ ജമാഅത്ത് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അവർ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബീജാപാപം ചെയ്യാനാണ്, അങ്ങനെ ഒരു ഫലവൃക്ഷമായി തീരുന്നതിനു വേണ്ടി. അതിനാൽ തന്റെ ഉള്ളകം ഏതവസ്ഥയിലാണെന്ന് ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുക. അവന്റെ ബാഹ്യവും എങ്ങനെയാണെന്ന് വിലയിരുത്തുക. നമ്മുടെ ജമാഅത്തിലുള്ളവരും तो फिर പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെങ്കിൽ अल्लाह ताला जब അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ताला जब देखता है അവരുടെ പര്യവസാനം ശുഭമായിരിക്കില്ല. और जुबानी പറയുന്നു, ഹൃദയം है वो ശൂന്യവും എന്നാൽ വാചക കസർത്തും നിറഞ്ഞ ഒരു ജമാഅത്തിനെ അള്ളാഹു കാണുമ്പോൾ की उम्मीद थी। അവൻ സ്വയാശ്രയനാണ്. അവൻ ആരെയും വക വെക്കാറില്ല. പറയുന്നു, ബദർ യുദ്ധം വിജയിക്കുമെന്ന പ്രവചനമുണ്ടായിരുന്നു. നാനാഭാഗത്തും വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. എന്നിട്ട് പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് ചോദിച്ചു, നാനാഭാഗത്തു നിന്നും വിജയവാഗ്ദാനമുള്ളപ്പോൾ എന്തിനാണ് ഈ തേങ്ങലടിച്ചുള്ള പ്രാർത്ഥന? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഗനിയാണ്, സ്വയാശ്രയനാണ്. ഒരുപക്ഷെ ദൈവിക വാഗ്ദാനത്തിൽ വല്ല നിഗൂഢ നിബന്ധനയും ഉണ്ടായിക്കൂടുന്നില്ല. वो भी बदर की തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിജയത്തിന്റെ വാഗ്ദാനം അള്ളാഹു നൽകിയിരുന്നു. എന്നിട്ടും ബദർ യുദ്ധാവസരത്തിൽ കരഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹദീസിൽ വരുന്നു, जिसको हम തോളിലെ ഷാൾ ഇളകി വീണുകൊണ്ടിരുന്നു. आपके साथ വാഗ്ദാനത്തിന് പിന്നിൽ നാം പൂർത്തീകരിക്കാത്ത വല്ല നിഗൂഢ നിബന്ധനയുമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിജയത്തിനായി നിഗൂഢ നിബന്ധനകളുണ്ടെങ്കിൽ ഈ നിബന്ധന ഇല്ലാത്തവർ മറ്റാരാണുണ്ടാവുക? അള്ളാഹുവിന്റെ ഇംഗിതം എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. कि वो अपनी जिंदगी പറയുന്നു, തഖ്വ സ്വായത്തമാക്കുന്നവർ തങ്ങളുടെ ജീവിതം പരദേശിയെയും में नाजायज നിരാലംബനെയും പോലെ കഴിച്ചുകൂട്ടേണ്ടതാണ്. ഇത് തഖ്വയുടെ ഒരു ശാഖയാണ്. ഇത് മുഖേന അനുചിതമായ കോപത്തെ നമുക്ക് നേരിടേണ്ടിയിരിക്കുന്നു. വലിയ വലിയ ദൈവജ്ഞാനികൾക്കും സിദ്ദീഖുകൾക്കും फरमाया कि അവസാനം വരെ കടന്നുപറ്റേണ്ട കടമ്പയാണ് കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. जो है കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അനിവാര്യമായ കാര്യമാണ്. खुद गजब അഹങ്കാരവും പൊങ്ങച്ചവും എല്ലാം കോപം മൂലമാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ അഹങ്കാരവും പൊങ്ങച്ചവും കോപത്തിന് കാരണമാവുകയും ചെയ്യും. की वजह से आता है और कभी तकब्बुर और गुरूर की वजह से गुस्सा आता है ചിലപ്പോൾ കോപം കാരണം അഹങ്കാരവും പൊങ്ങച്ചവും വരുന്നു. എന്നാൽ की वजह बन जाते हैं। പൊങ്ങച്ചവും അഹങ്കാരവും ഉള്ളതുകൊണ്ട് കോപം इंसान अपने नफ्स को दूसरे पर വരികയും ചെയ്യുന്നു. मैं नहीं चाहता कि പറയുന്നു, കോപം വരുന്നത് മറ്റുള്ളവരെക്കാളും മഹത്വം തനിക്കുണ്ടെന്ന് കരുതുമ്പോഴാണ്. എന്റെ ജമാഅത്തിലുള്ളവർ പരസ്പരം ചെറിയവരും വലിയവരുമായി കാണുന്നത് എനിക്കിഷ്ടമില്ല. അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ തുറിച്ചു നോക്കുക എന്നതും
അതുമല്ലെങ്കിൽ നിന്നാദൃഷ്ടിയോടെ നോക്കുക എന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലിയവനാരെന്നും ചെറിയവനാരെന്നും അള്ളാഹുവിനറിയാം. ഇത് ഒരു തരത്തിലുള്ള അവഹേളനമാണ്. അതിൽ ഒരു തരം നിന്ദ്യത ഒളിഞ്ഞിരിക്കുന്നു. ഈ അവഹേളനം വിത്തുപോലെ മുളച്ച് വലുതായും അങ്ങനെ लेकिन बड़ा वो है जो അത് അദ്ദേഹത്തെ നശിപ്പിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചിലർ വലിയ ആളുകളെ കണ്ട് വളരെ ഭവ്യത പ്രകടിപ്പിക്കുന്നു. പാപങ്ങളുടെ വാക്കുകൾ എളിമയോടെ കേൾക്കുന്നവനാണ് വലിയവൻ. कि जिससे दुख അവന് ആത്മവീര്യം പകർന്നു കൊടുക്കുന്നു, അവനെ ആദരിക്കുകയും ചെയ്യുന്നു. വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കും തന്നെ ഉരിയാടാതിരിക്കുന്നവനും വലിയവൻ തന്നെ. അള്ളാഹു പറയുന്നു, വലാ തനാബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ जालिम यानी ईमान വമൻ ലം യതൂബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ये लगना വിശ്വാസത്തിന് ശേഷം ധിക്കാരത്തിന്റെ കറ പുരളുക എന്നത് വളരെ മോശമായ കാര്യമാണ്. ये पहले तो फरमाया कि एक दूसरे को फला तनाबुज़ु बिल अल्क़ाब एक दूसरे के ഈ ആയത്തിൽ गाड़ करना पुकारो തുടക്കത്തിൽ പറഞ്ഞത് ईमान के बाद നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത പേരുകൊണ്ട് വിളിക്കരുത് എന്നാണ്. വിശ്വാസത്തിന് ശേഷം ധിക്കാരത്തിന്റെ കറ പുരളുക എന്നത് വളരെ മോശമായ കാര്യമാണ്. തോബ ചെയ്യാത്തവൻ തന്നെയാണ് അക്രമി. चिड़ के नाम न लो ये പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന പേരുകൾ വിളിക്കരുത്. ഇത് ധിക്കാരികളുടെയും मानी करते हैं ദുശ്ചരിതരുടെയും പ്രവൃത്തിയാണ്. चलने वाले हैं അള്ളാഹുവിനെ ധിക്കരിക്കുകയും नाम उनका है പിശാചിനെ പിൻപറ്റുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തിയാണിത്. वो ना मरेगा जब तक वो खुद उसी तरह ആരാണോ മറ്റൊരാളെ ശുണ്ഠി പിടിപ്പിക്കുന്നത് ആ കാര്യത്തിൽ ഈ വ്യക്തി ഉൾപ്പെടാതെ അവൻ മരിക്കുന്നതല്ല. നിങ്ങളുടെ സഹോദരന്മാരെ വെറുക്കപ്പെട്ടവരായി കരുതരുത്. എല്ലാവരും തന്നെ ഒരേ ഉറവിടത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്നിരിക്കെ ആർക്കാണ് കൂടുതൽ വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നാർക്കറിയാം. ഭൗതിക കാര്യങ്ങളാലല്ല ഒരാൾ ആദരണീയനും ബഹുമാന്യനുമായി തീരുന്നത്. അള്ളാഹുവിന്റെ പക്കൽ മുത്തഖിയാണ് ഏറ്റവും വലിയവൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും दानिश ഇന്നല്ലാഹ അലീമുൻ ഖബീർ. तरफ रुजू किए बगैर हासिल സ്വച്ഛമായ ഉൾക്കാഴ്ചയും യഥാർത്ഥ ബുദ്ധിയും അള്ളാഹുവിലേക്ക് തിരിയാതെ ലഭിക്കുന്നതല്ല. और फरासत जो है अल्लाह ताला की तरफ ബുദ്ധിയും വിവേകവുമെല്ലാം रुजू किए बगैर नहीं हो सकता. അള്ളാഹുവിലേക്ക് മടങ്ങാതെ इसी वास्ते तो कहा गया है कि मोमिन की फरासत ലഭിക്കുന്നതല്ല. क्योंकि वो ഇതുകൊണ്ടാണ് डरो क्योंकि പറയപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസിയുടെ ഉൾക്കാഴ്ചയെ തൊട്ട് ഭയപ്പെടുക, कभी नसीब नहीं കാരണം അവൻ ദൈവിക പ്രകാശത്താലാണ് നോക്കുന്നത്. സ്വച്ഛമായ ഉൾക്കാഴ്ചയും ബുദ്ധികൂർമ്മതയും ലഭിക്കുന്നത് തഖ്വ സ്വായത്തമാക്കുമ്പോഴാണ്. फिक्र करो सोचो നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യുക്തി ഉപയോഗിക്കുക, ചിന്തിക്കുകയും ആലോചനയിൽ മുഴുകുകയും ചെയ്യുക. ചിന്തിക്കാനും ആലോചിക്കാനും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കിതാബെ മക്നൂനിൽ വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുക, പരിശുദ്ധരായിത്തീരുക. നിങ്ങളുടെ ഹൃദയം വിശുദ്ധമായി കഴിഞ്ഞാൽ പവിത്രമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും തഖ്വയുടെ മാർഗം അവലംബിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവ രണ്ടും മൂലം റബ്ബനാ മാ ഖലഖ്ത ഹാസാ ബാതില സുബ്ഹാനക ഫഖിന അസാബന്നാർ समझ में എന്ന അവസ്ഥ കൈവരുന്നതാണ്. कि ये मखलूक अबस नहीं है ഇത് നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. और इस बात पर दलालत करती है അപ്പോഴാണ് ഈ സൃഷ്ടികളെല്ലാം വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിയുക. യഥാർത്ഥ സൃഷ്ടാവിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇതെല്ലാം വെളിച്ചം വീശുന്നു എന്ന് മനസ്സിലാകുക. മതത്തിന് ഫലം നൽകുന്ന വിവിധങ്ങളായ അറിവുകളും വിജ്ഞാനങ്ങളും വെളിപ്പെടുകയും ചെയ്യുന്നതാണ്. कि अल्लाह ताला ने जो कुछ पैदा किया है वो झूठ नहीं അള്ളാഹു സൃഷ്ടിച്ചതൊന്നും വ്യർത്ഥമല്ലെന്ന് ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അള്ളാഹു പരിശുദ്ധനാണെന്ന് മനസ്സിലാകും. आग के अजाब തുടർന്ന് അള്ളാഹുവിനോട് അഗ്നിയുടെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുന്നതിനായി ദുആ ചെയ്യുന്നതാണ്. समझ आएगा ഈ ദുആ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുമ്പോഴാണ് पैदा नहीं അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പൊന്നും വ്യർത്ഥമല്ലെന്ന് മനസ്സിലാകുക. है हर ഓരോന്നിനും ഒരു ലക്ഷ്യമുണ്ട്. उसकी इज्जत മനുഷ്യനാണെങ്കിൽ के हर ഓരോ മനുഷ്യനും അവന്റേതായ ഒരു പദവിയുണ്ട്, സ്ഥാനമുണ്ട്. एक मकसद है उसको समझ नहीं അവനെ ആദരിക്കേണ്ടത് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിക്കും ഒരു ലക്ഷ്യമുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അള്ളാഹു വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക. कि तरह तरह के उलूम व फनून जो दीन को मदद തുടർന്ന് പറഞ്ഞത്, മതത്തിന് സഹായകമാകുന്ന വിവിധങ്ങളായ അറിവും വിജ്ഞാനവും मुख्तलिफ किस्म के उलूम जो ലഭിക്കുന്നതാണ്. जो भी है നിങ്ങളുടെ ബുദ്ധി വികസിക്കുമ്പോൾ
മതത്തിന് സഹായകമാകുന്ന ഭൗതികമായ പല വിജ്ഞാനങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുന്നതാണ്. बस नेकियों में आगे बढ़ने की रूह उस वक्त पैदा होगी जब कुरान करीम का നന്മയിൽ മുന്നേറാനുള്ള ആത്മാവ് ഉണ്ടാകുന്നത് और उसको വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിനും मार्फत हासिल करने की कोशिश होगी അത് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതിലും പരിശ്രമിക്കുമ്പോഴാണ്. की जरूरत है। अगर हकीकी അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി തീരാനും शामिल होना है जिनको हकीकी യഥാർത്ഥ ബുദ്ധിയും വിവേകവും ലഭിക്കുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആൻ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടത് അനിവാര്യമാണ്. അറിവും ജ്ഞാനവും ഇത് മുഖേന വർദ്ധിക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, लोगों के दिलों ഇരുലോകത്തും വിജയം ലഭിക്കണമെന്നും अकल से काम लो ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധത കൈവരിക്കുക, യുക്തിബോധത്തോടെ പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ വചനത്തിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക, സ്വയം നന്നാകുക, മറ്റുള്ളവർക്ക് തന്റെ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ മാതൃക കാണിക്കുക. അപ്പോഴായിരിക്കും വിജയിക്കുക. ഒരാൾ മനോഹരമായി പറയുകയുണ്ടായി. പാർസിയിലുള്ള കവിതയാണ്, സുഹുൻ കസ്ദിൽ ബറോ ആയം നീയസ്ത് ലാജറം ബർദിൽ. वो दिल पर उतरती है। बस पहले ഹൃദയാന്തരാളങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങൾ करो, अगर दिलों पर असर ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. पैदा करो അതുകൊണ്ട് ആദ്യം ഹൃദയമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ताकत ഹൃദയങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ പ്രവർത്തന മാതൃക കാഴ്ചവെക്കുക. പ്രവർത്തനമില്ലാതെ വാക്കുകളും മനുഷ്യ കഴിവുകളും ഒരു ഗുണവും ചെയ്യില്ല. വാചക കസർത്ത് നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പലരും മൗലവിമാരും പണ്ഡിതന്മാരുമാണെന്ന് പറഞ്ഞ് മിമ്പറുകളിൽ കയറി തങ്ങളെക്കുറിച്ച് പ്രവാചക പ്രതിനിധികളും പ്രവാചക പിൻഗാമികളുമാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് ഉപദേശ പ്രസംഗം നടത്തുന്നു. അവർ പറയുന്നു, അഹങ്കാരത്തിൽ നിന്നും അഹംഭാവത്തിൽ നിന്നും നീച പ്രവർത്തികളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുക എന്ന്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്ന വിക്രിയകളും കാരണം അവരുടെ വാക്കുകളുടെ സ്വാധീനം ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നില്ല. लिया उनके दिलों पर तो इन मौलवियों का ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചവരിൽ को नाम मानने ഈ മുല്ലാക്കളുടെ വാക്കുകൾ ഒരു സ്വാധീനവും ചെലുത്തുകയില്ല എന്നത് ശരി തന്നെ. वाले हैं എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിക്കാത്തവർ അറിവും ബുദ്ധിയും ഉള്ളവരോട്, അല്പമെങ്കിലും മാന്യതയുള്ളവരോട്, അവരുടെ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവരും അവരെ പഴിക്കുന്നത് കാണാവുന്നതാണ്. അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്ന് അവർ പറയും. കുഴപ്പമല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ അവർ ഉണ്ടാക്കുന്നില്ല എന്നും അവർ പറയും. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായാൽ മാത്രമേ നമ്മുടെ തബ്ലീഗിനുള്ള മാർഗം തുറക്കപ്പെടുകയുള്ളൂ, മറ്റുള്ളവരെ സ്വാധീനിക്കാനും സാധിക്കുകയുള്ളൂ. नए इल्म के बारे में इनको हासिल करना चाहिए। आप फरमाते हैं कि मैं ആധുനിക വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനെ കുറിച്ച് പറയുന്നു, जदीदा की तालीम के ആധുനിക വൈജ്ഞാനിക മണ്ഡലങ്ങളെ എതിർക്കുന്ന പണ്ഡിതർ कमजोरी को छुपाने के തെറ്റിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. उनके जहन में അവർ തങ്ങളുടെ പോരായ്മകളും തെറ്റുകളും മറച്ചുവെക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. हकीकत അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ആധുനിക അറിവും ഗവേഷണവും और वो ये करार മനുഷ്യനെ ഇസ്ലാമിൽ നിന്നും അകറ്റിക്കളയും എന്നാണ്. इस्लाम से बिल्कुल ബുദ്ധിയും चीजें हैं സയൻസും ഇസ്ലാമിന് തികച്ചും की कमजोरी, എതിരാണെന്ന് അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. इसलिए अपनी इस कमजोरी को छुपा ഭൗതിക തത്വശാസ്ത്രത്തിലുള്ള കുറവുകളെ എടുത്തു കാണിക്കുവാനുള്ള കഴിവ് ഇവർക്കില്ലാത്തതുകൊണ്ട് ഈ കഴിവുകേടിനെ മറച്ചുവെക്കുന്നതിനായിട്ടാണ് ആധുനിക അറിവ് കരസ്ഥമാക്കുന്നത് തന്നെ അനുവദനീയമല്ല എന്നവർ പറയുന്നത്. പുതിയ തത്വങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ആത്മാവ് പേടിച്ചു വിറക്കുന്നു. ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ മുമ്പാകെ അവർ പ്രണമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവിക വെളിപാട് മുഖേന ലഭിക്കുന്ന യഥാർത്ഥ തത്വജ്ഞാനം അവർക്ക് കരഗതമായിട്ടില്ല. ഭൗതികമായ തത്വശാസ്ത്രങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. ഭൗതിക തത്വശാസ്ത്രങ്ങളുടെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് പറയാൻ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് പേടിച്ചു വിറക്കുന്നത്. അതുകൊണ്ട് അത് വായിക്കേണ്ട, നോക്കേണ്ട എന്നവർ പറയുന്നു ദൈവിക വെളിപാട് മുഖേന ലഭിക്കുന്ന യഥാർത്ഥ തത്വജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടില്ല. അത് വിശുദ്ധ ഖുർആനിൽ കുത്തി നിറച്ചിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹുവിന്റെ കവാടത്തിൽ പൂർണ്ണ വിനയത്തോടും താനൊന്നുമല്ലെന്നും കരുതി തങ്ങളെ സമർപ്പിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവനോട് സഹായം തേടുന്നവരാണ്. ഏതൊരുത്തരുടെ ഹൃദയത്തിൽ നിന്നും അഹങ്കാരത്തിന്റെ ധൂമകേതുക്കൾ പുറത്തേക്ക് പോകുന്നുവോ, ആരാണോ തങ്ങളുടെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ട് യഥാർത്ഥ ദാസത്വം അംഗീകരിക്കുന്നത്, അവർക്കാണ് ഈ വിജ്ഞാനം ലഭിക്കുന്നത്. फिर आप फरमाते हैं कि പറയുന്നു, അതുകൊണ്ട് ഇക്കാലത്ത് ദീനീ സേവനത്തിനായും അള്ളാഹുവിന്റെ വചന പ്രഘോഷണത്തിനായും ആധുനിക അറിവ് കരസ്ഥമാക്കേണ്ടത് അനിവാര്യമാണ്. ദീൻ പ്രചരിപ്പിക്കാൻ जो आजकल के नए इल्म ഇക്കാലത്ത് പ്രചരിച്ചിരിക്കുന്ന അറിവ് കരസ്ഥമാക്കേണ്ടതാണ്.
കഠിനാധ്വാനത്തോടെ കരസ്ഥമാക്കേണ്ടതാണ്. സയൻസിൽ പുരോഗതി പ്രാപിക്കുക, ഗവേഷണത്തിൽ മുന്നേറുക. ഇക്കാലത്ത് അഹമ്മദി വിദ്യാർത്ഥികളോട് ഞാൻ ഈ രീതിയിൽ മുന്നേറാൻ എപ്പോഴും പറയാറുണ്ട്. ഇതും തബ്ലീഗിനുള്ള ഒരു മാർഗമാണ്, നന്മ പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗവുമാണ്. ആധുനിക അറിവ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ പല മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ്. പറയുന്നു, ആധുനിക അറിവ് കഠിനാധ്വാനത്തോടെ കരസ്ഥമാക്കുക. എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അറിവ് കരസ്ഥമാക്കുന്നതിൽ മാത്രം ഒഴുകുന്നവരും അവർക്ക് ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കിയവരുടെ അടുത്തിരിക്കാനുള്ള അവസരം തീരെ ലഭിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, മാത്രമല്ല അവരിൽ ആത്മീയ പ്രകാശം ഇല്ലാത്തതുമാണെങ്കിൽ, പൊതുവിൽ അങ്ങനെയുള്ളവർ വഴിതെറ്റുകയും ഇസ്ലാമിൽ നിന്ന് തന്നെ അകന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അറിവ് കരസ്ഥമാക്കുക, എന്നാൽ അതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ അറിവും കരസ്ഥമാക്കിയിരിക്കേണ്ടതാണ്. അപ്പോഴാണ് യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. വിശുദ്ധ ഖുർആന്റെ അറിവുള്ളവരുമായി ബന്ധപ്പെടുക. പറയുന്നു, അവർ ഈ അറിവുകളെ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന് പകരം ഇസ്ലാമിനെ ഈ അറിവിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള വിഫല ശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ തങ്ങൾ ദീനിന്റെയും സമൂഹത്തിന്റെയും സേവനമാണ് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ ഒരു കാര്യം ഓർമ്മവെക്കുക, ദീനീ സേവനം ചെയ്യാൻ കഴിയുന്നത് ആത്മീയ പ്രകാശം തന്റെ ഉള്ളിൽ സ്വയത്തമായിട്ടുള്ളവർക്ക് മാത്രമാണ്. ഇക്കാലത്ത് ഈ പ്രകാശം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അറിവും വ്യാഖ്യാനവും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കേണ്ടതും വളരെ ആവശ്യമാണ്. അപ്പോഴാണ് സയൻസിനെ മതവിജ്ഞാനവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഭൗതിക അറിവ് ദീനിനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതല്ല. എപ്പോഴും ആത്മീയതയാണ് വിജയിച്ചു നിൽക്കുക. അങ്ങനെ മതവിജ്ഞാനം ഈ ആധുനിക ശാസ്ത്രീയ അറിവുകളെ തന്റെ കീഴിൽ ഒതുക്കുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനിലെ സാബിറു വറാബിത്തു എന്നതിന് വിശദീകരണം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ക്ഷമയെക്കുറിച്ച് ഉപദേശിക്കുക, അതിർത്തികളെ സംരക്ഷിക്കുക, പറയുന്നു ശത്രുവിനെ നേരിടുമ്പോൾ അതിർത്തിയിൽ കാവൽ സേനയെ, കുതിരയെ നിർത്തുന്നത് അനിവാര്യമാണ്. കാരണം ശത്രു നുഴഞ്ഞു കയറരുത്. ഇതേപോലെ നിങ്ങളും ഉണർന്നിരിക്കുക. അതിർത്തി സംരക്ഷണത്തിനായി സൈന്യങ്ങളെ വിന്യസിപ്പിക്കാറുണ്ട്. ആദ്യകാലത്ത് കുതിരപ്പടയാണ് നിയമിക്കാറുള്ളത്. ഇക്കാലത്ത് ആധുനികമായ പല ഉപകരണങ്ങളുമുണ്ട്. അതിർത്തി സംരക്ഷണത്തിനായി അതെല്ലാം ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. പറയുന്നു, ശത്രുക്കൾ അതിരുകടക്കാതിരിക്കാൻ കുതിരപ്പടയെ നിയമിക്കേണ്ടതുപോലെ നിങ്ങളും ഉണർന്നിരിക്കണം. ശത്രുക്കൾ അതിക്രമിച്ച് കടന്ന് ഇസ്ലാമിനെ നഷ്ടം വരുത്താൻ ഇടവരരുത്. ഞാൻ മുമ്പും വിവരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനെ സേവിക്കണമെന്നും സഹായിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തഖ്വയും വിശുദ്ധിയും സ്വയം കൈവരിക്കുക. ഇത് മുഖേന നിങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ കോട്ടമതിലിൽ വരുന്നതാണ്. അള്ളാഹുവിന്റെ കോട്ടയുടെ അകത്ത് നിങ്ങൾ വരുന്നതാണ്. അപ്പോഴാണ് ഈ സേവനത്തിനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുക. മുസ്ലിങ്ങളുടെ ബാഹ്യശക്തി എന്തുമാത്രം ക്ഷയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? സമൂഹങ്ങൾ അവരെ നിന്ദയോടെയും പുച്ഛത്തോടെയുമാണ് നോക്കുന്നത്. 100 വർഷം മുമ്പ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും ഉള്ള അതേ അവസ്ഥയാണ് ഇന്നുള്ളത്. അതിനേക്കാളും മോശമായ അവസ്ഥയാണുള്ളത്. മുസ്ലിങ്ങളെ വെറുപ്പോടെയാണ് നോക്കുന്നത്. അവരുടെ തെറ്റായ പ്രവർത്തനം കാരണമായിട്ടാണിത്. പറയുന്നു, നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ ശക്തിയും ബലഹീനമായി കഴിഞ്ഞാൽ പിന്നെ സർവനാശം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ഇക്കാലത്ത് ബാഗ്ദത്ത മഹദി മസീനെ അംഗീകരിച്ചവരുടെ ശക്തിയും ബലഹീനമായി കഴിഞ്ഞാൽ, നിങ്ങളും ഭൗതികതയിൽ മുഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീനിനെ മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം തന്നെയായിരിക്കും ഫലം. പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിശുദ്ധീകരിക്കുക, അതിൽ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൈവരിക്കുമാറാകട്ടെ. അവ അതിർത്തിയിലെ കാവൽ സൈന്യത്തെ പോലെ ഉണർവുള്ളതും ജാഗരൂകവുമായിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഫദ്ൽ എപ്പോഴും മുത്തഖീങ്ങളുടെയും സാത്വികരുടെയും കൂടെയായിരിക്കും. നിങ്ങളുടെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഇസ്ലാമിന് പുറകേൽപ്പിക്കുന്ന രീതിയിൽ ആകാതിരിക്കുക. ദുർനടപ്പുകാരും ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കാത്തവരുമായ മുസ്ലിങ്ങൾ കാരണം ഇസ്ലാമിന് കളങ്കമാണ് ഉണ്ടായിട്ടുള്ളത്.
ഏതെങ്കിലും മുസ്ലിം മദ്യപിക്കുകയും അതും ഇതും പറഞ്ഞ് തെരുവിൽ നടക്കുകയും തലപ്പാവ് തോളിലിട്ടു ഓവുചാലിൽ വീഴുകയും അയാൾക്ക് പോലീസിന്റെ ഇടിയും തൊഴിയും ഏൽക്കുകയും ഇയാളെ നോക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പരിഹസിച്ചു ചിരിക്കുകയും ചെയ്യുമ്പോൾ ശരീഅത്തിന് വിരുദ്ധമായ ഈ വ്യക്തിയുടെ പ്രവർത്തനം അയാളുടെ പരിഹാസത്തിന് മാത്രമല്ല കാരണമാകുന്നത്, മറിച്ച് ഇതിന്റെ പ്രത്യാഘാതം ഇസ്ലാമിലാണ് ചെന്ന് പതിക്കുന്നത്. കുറ്റകൃത്യം കാരണം ഇത്രമാത്രം മുസ്ലിങ്ങൾ പിടിക്കപ്പെട്ടു എന്നും അതേപോലെ ജയിലുകളുടെയും വാർത്തകൾ കാണുമ്പോൾ എനിക്ക് അതിയായ സങ്കടം വരുന്നു. നേരായ പാത ലഭിച്ച ഇക്കൂട്ടർ പോലും തങ്ങളുടെ അതിക്രമ പ്രവർത്തനങ്ങൾ കാരണം തങ്ങൾക്ക് നഷ്ടം വരുത്തുന്നതോടൊപ്പം ഇസ്ലാമിനെയും പരിഹാസത്തിന് പാത്രമാക്കുന്നു എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. ഈ അവസ്ഥ ഇന്നും കാണാം. പല മുസ്ലിങ്ങളും ഈ നാട്ടിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് വിമാനയാത്ര ചെയ്യുമ്പോൾ, മദ്യപാനത്തിന് സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള യാത്രയാണെങ്കിലും അറബ് നാടുകളിലേക്കുള്ള യാത്രയാണെങ്കിലും ഇവരെല്ലാം അനിയന്ത്രിതമായി മദ്യപിക്കുന്നു. മാത്രമല്ല കൂടെയുള്ളവരെ ശല്യം ചെയ്യുകയും ചെയ്യുന്നു. പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ നടപ്പും ഇരിപ്പുമെല്ലാം നിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് ആക്ഷേപിക്കാനുള്ള പഴുതാക്കി നിങ്ങൾ മാറ്റരുത്. യഥാർത്ഥ ധൈര്യശാലി ആരാണെന്ന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ഗുസ്തിക്കാരനെയും മല്ലനെയുമല്ല ആവശ്യം, എന്നാൽ തന്റെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ധീരനെയാണ് ആവശ്യം. പർവ്വതത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നവനല്ല യഥാർത്ഥ മല്ലൻ. അല്ല, ഒരിക്കലുമല്ല. തന്റെ സ്വഭാവ സംസ്കരണത്തിന് കഴിവുള്ളവനാണ് യഥാർത്ഥ ധീരൻ. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വവിധ കഴിവുകളും ശക്തികളും സ്വഭാവ സംസ്കരണത്തിനായി വിനിയോഗിക്കുക. കാരണം ഇതാണ് യഥാർത്ഥ ശക്തിയും ധീരതയും. യഥാർത്ഥ വിശ്വാസവും സൽപ്രവർത്തനവും ശ്രദ്ധിക്കാനായി ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥ ആത്മാർത്ഥതയുള്ളവരുടെ പ്രവൃത്തിയാണ്. ഒന്ന് ശരിയായ വിശ്വാസമാണ്. അള്ളാഹു നമുക്ക് യഥാർത്ഥവും ശരിയായതുമായ അധ്യാപനങ്ങൾ നമുക്ക് യാതൊരു പ്രയാസവും കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് നൽകി എന്നത് അള്ളാഹുവിന്റെ വലിയ ഫളലാണ്. എല്ലാം ഒരധ്വാനവും കൂടാതെ അള്ളാഹു നമുക്ക് നൽകുകയുണ്ടായി. ഇക്കാലത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാർഗം പല പണ്ഡിതരും ഇപ്പോഴും ഇതിൽ നിന്നും അകലെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയും കൃപയെയും ഓർത്ത് നന്ദിയുള്ളവരായിത്തീരുക. സത്യഹൃദയത്തോടുകൂടി സത്യവിശ്വാസത്തിന് ശേഷം വരുന്ന പ്രവർത്തനങ്ങളെ ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുക. സത്യവിശ്വാസത്തിൽ ഉറച്ചിരിക്കാനും സൽ പ്രവർത്തികൾ ചെയ്യാനും ഭാഗ്യം ലഭിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇബാദത്തുകളിൽ നോമ്പ്, നമസ്കാരം, സക്കാത്ത് പോലുള്ളവ ഉൾപ്പെടുന്നുണ്ട്. നമസ്കാരത്തെ തന്നെ എടുക്കുക. ഇത് ഭൂമിയിൽ വന്നിട്ടുണ്ട്, എന്നാൽ ഇത് ഭൂമിയിൽ നിന്നല്ല വന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുർറത്തു ഐനി ഫിസ്സലാത്ത്, നമസ്കാരം ലോകത്ത് വന്നിരിക്കുന്നു, ദുന്യാവിൽ നിന്നല്ല വന്നത്. ദുന്യവിയായ ആളുകളുടേതല്ല ഇത്. യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ ഇതിന്റെ കടമകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ പരലോക ജീവിതം ഓർക്കേണ്ടതാണ്. നോക്കൂ, ലൂത്തിന്റെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായി. ഹൃദയം കഠിനമാണെങ്കിൽ തന്നെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭക്തിയുടെയും വിനയത്തിന്റെയും പാഠം അതിന് നൽകാൻ ഓരോരുത്തരും ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഹൃദയം കഠിനമുള്ളതാണെങ്കിൽ അതിനെ മൃദുലമാക്കാനായി അതിനെ കുറ്റപ്പെടുത്തുക, അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിയുന്നതിനായി പരിശ്രമിക്കുക, ഇബാദത്തിലേക്ക് കുനിയുന്നതാക്കി മാറ്റുക. ഇതിനായി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ ഇങ്ങനെ ചെയ്യേണ്ട നിർബന്ധമാണ്. കാരണം അവർക്ക് പുതുതായി മഅരിഫത്ത് ലഭിച്ചിരിക്കുകയാണ്. മഅരിഫത്ത് ലഭിച്ചെന്ന് വാദിക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ലെങ്കിൽ ഇത് വെറും വാചകമടെ മാത്രമായി തീരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്ത് മറ്റുള്ളവർ അശ്രദ്ധരായതുകൊണ്ട് സ്വയം അശ്രദ്ധരാകാതിരിക്കുക. അവരുടെ ദൈവസ്നേഹം പിന്നിലായതുകൊണ്ട് നിങ്ങളും പിന്നിലാകരുത്. മനുഷ്യൻ പല ആഗ്രഹങ്ങളും ഉള്ളവരാണ്. എന്നാൽ പരോക്ഷ കാര്യങ്ങളെക്കുറിച്ചും വിധിയെക്കുറിച്ചും ആർക്കാണ് അറിവുള്ളത്?
ആഗ്രഹമനുസരിച്ച് ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. नहीं चलती जो तुम्हारी ആശകളുടെ ശൃംഖല ഒന്ന് വേറെ തന്നെയാണ്. ഇതേപോലെ ദൈവവിധിയുടെ വഴി മറ്റൊന്നും. യഥാർത്ഥത്തിൽ ഇതാണ് സത്യമായിട്ടുള്ള മാർഗം. മനുഷ്യന്റെ ജീവിത ചരിത്രം അള്ളാഹുവിന് മുമ്പിൽ ശരിയായി എത്തുന്നുണ്ട്. അതിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത് എന്ന് അവനെന്തറിയാം. അതുകൊണ്ട് ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് അതിനെ ജാഗരൂകമാക്കി വെക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓരോന്നും അള്ളാഹുവിന്റെ പക്കൽ കൃത്യമായി ശരിയായി എത്തുന്നുണ്ട്. അവനിൽ നിന്നും മറഞ്ഞതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് അതിന്റെ ശ്രദ്ധ തിരിക്കുക. പറയുന്നു, फिर फरमाते हैं തഖ്വയുടെ മാർഗം സ്വീകരിക്കുക. തഖ്വയുടെ മാർഗമാണ് യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ രത്നച്ചുരുക്കം എന്ന് പറയാവുന്നത്. खुलासा कहते हैं ശരീഅത്തിന് ചുരുക്കമായി പറയാൻ ഉദ്ദേശിച്ചാൽ ശരീഅത്തിന്റെ ചുരുക്കം എന്നത് തഖ്വ എന്ന് തന്നെയായിരിക്കും. തഖ്വയുടെ പദവികൾ വിവിധങ്ങളാണ്. എന്നാൽ സത്യാന്വേഷിയായിക്കൊണ്ട് लेकिन अगर तालिब सादिक हो പ്രാഥമിക പടവുകളെ സ്ഥിരചിത്തതയോടും ധീരതയോടും തരണം ചെയ്യുകയാണെങ്കിൽ ഈ സത്യാന്വേഷണം കാരണം ഉന്നത പദവികൾ കരസ്ഥമാകുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളുടെ ദുആ സ്വീകരിക്കുന്നു. अल्लाह ताला मुत्तकियों की दुआ ഇത് फरमाता है അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. के वादों में तो അവൻ പറയുന്നു, कभी खिलाफ नहीं करता ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. है इन्नल्लाह ला युखलिफुल मियाद ദുആ സ്വീകാര്യതക്കായി बस जिस हाल ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിബന്ധന തഖ്വയാകുന്നു. गैर मुन അതിനാൽ ഒരു വ്യക്തി അശ്രദ്ധനും അസാൻമാർഗികനുമായി കൊണ്ട് ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ വിഡ്ഢിയും അറിവില്ലാത്തനുമല്ലാതെ മറ്റെന്താണ്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിലുള്ളവർ കഴിവിന്റെ പരമാവധി ഓരോരുത്തരും തഖ്വയുടെ പദവി സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ദുആ സ്വീകാര്യതയുടെ മാധുര്യം അവർക്ക് നുകരാൻ സാധിക്കുന്നതാണ്. അത് മുഖേന വിശ്വാസവർദ്ധനവിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. മറ്റൊരു ഉപദേശം നൽകിക്കൊണ്ട് പറഞ്ഞു, പലപ്പോഴായി അള്ളാഹുവിൽ നിന്നും ഇപ്രകാരം ഇൽഹാമുണ്ടായി, നിങ്ങൾ മുത്തക്കീങ്ങളായി തീരുക, തഖ്വയുടെ സൂക്ഷ്മമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്റെ ജമാഅത്തിലുള്ളവർ ശരിയായ തഖ്വയും വിശുദ്ധിയും കൈവരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നോർത്ത് എന്റെ ഹൃദയം വേദനിക്കാറുണ്ട്. ഞാൻ വളരെ കൂടുതൽ ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്ത് ഞാൻ തളർന്നു പോകാറുണ്ട്. ചിലപ്പോൾ അബോധാവസ്ഥയിലും ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥയും വരെ എത്താറുണ്ട്. അള്ളാഹുവിന് മുമ്പിൽ ഏതുവരെ ഒരു ജമാഅത്ത് മുത്തക്കിയായി തീരുന്നില്ലയോ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നതല്ല. തഖ്വ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ചുരുക്കമാണ്. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അധ്യാപനങ്ങളുടെ ചുരുക്കം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഒരൊറ്റ വാക്കിൽ, തഖ്വ എന്ന വാക്കിൽ, तालीमात का कुरान करीम ने एक ही लफ्ज में खुदा അള്ളാഹുവിന്റെ അതിമഹത്തായ ഇംഗിതവും തൃപ്തിയും എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. और पूरी रजा का इजहार करती है, यानी इस लफ्ज तक ഒരു കാലത്ത് ജമാഅത്തിനോട് പ്രത്യേകമായി ഇപ്രകാരം ദുആ ചെയ്യാൻ അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. रब्बना പറയുന്നു, തൗബ മനുഷ്യന് हसनतम वक़िना अज़ाबन्नार അധികമായതോ ആവശ്യമില്ലാത്തതോ ആയ കാര്യമല്ല. ഇതിന്റെ പ്രതികരണം ഖിയാമത്ത് നാളിൽ മാത്രമല്ല പ്രകടമാകുന്നത്. ഇത് മുഖേന ഇരുലോകത്തും മനുഷ്യന്റെ കാര്യങ്ങൾ ശരിയായി തീരുന്നതാണ്. ഈ ലോകത്തും പരലോകത്തും യഥാർത്ഥ സൗഖ്യവും സുഖവും ലഭിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. रब्बना आतिना फिद दुनिया ഞങ്ങളുടെ നാഥ, ഈ ലോകത്തും സുഖസൗകര്യങ്ങളുടെ വസ്തുക്കൾ നൽകണമേ, വരാനിരിക്കുന്ന ലോകത്തും സുഖസൗകര്യങ്ങൾ നൽകണമേ, അഗ്നിയുടെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇവിടെ റബ്ബന എന്ന വാക്കിൽ തൗബയിലേക്കാണ് സൂചന നൽകിയിരിക്കുന്നത്. റബ്ബന എന്നത് ലക്ഷ്യമാക്കുന്നത് മുമ്പ് അവൻ പടച്ചുണ്ടാക്കിയ മറ്റു റബ്ബുകളെ കൈവിട്ടുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന മറ്റു റബ്ബുകളെ വിട്ടുകൊണ്ട് ഈ നാഥനിലേക്ക് इंसान ने जो വന്നിരിക്കുന്നു എന്നതാണ്. ഈ വാക്ക് യഥാർത്ഥ വേദനയോടും ഉള്ളുരുക്കത്തോടും കൂടിയല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നതല്ല. റബ്ബ് എന്നാൽ പടിപടിയായി പൂർണ്ണതയിൽ എത്തിക്കുന്നവനെന്നും പരിപാലിക്കുന്നവൻ എന്നുമാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ പല റബ്ബുകളെയും സ്വയം പടച്ചുണ്ടാക്കുന്നു. തന്റെ കുതന്ത്രങ്ങളിലും പദ്ധതികളിലും അവൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അതാണപ്പോൾ അവന്റെ റബ്ബ്. अपने ही അറിവിലും അതല്ലെങ്കിൽ കായിക ബലത്തിലും ആശ്രയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതാണ് അവന്റെ റബ്ബ്. തന്റെ സൗന്ദര്യത്തിലും ധനത്തിലും സമ്പത്തിലും അഭിമാനം കൊള്ളുകയാണെങ്കിൽ അതായിരിക്കും അവന്റെ റബ്ബ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് വസ്തുക്കൾ അവന്റെ കൂടെ ഉണ്ടാകും. ഇവയെല്ലാം ഉപേക്ഷിച്ച് അതിൽ നിന്നെല്ലാം വിട പറഞ്ഞ് ഏകനും പങ്കുകാരനില്ലാത്തവനുമായ
യഥാർത്ഥ നാഥനിലേക്ക് തിരിഞ്ഞാത്തിടത്തോളം കാലം അവന്റെ മുമ്പിൽ നമ്ര ശിരസ്കനാകുന്നില്ലെങ്കിൽ ला शरीक ഹൃദയം നൊമ്പരത്തോടെ റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ സവിധത്തിൽ തന്നെ ദണ്ഡമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹൃദയ ഉരുക്കത്തോടും ഹൃദയ നൈർമല്യത്തോടും തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയും അവനെ റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് സംബോധന ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നീയായിരുന്നു യഥാർത്ഥ നാഥനെന്നും ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് കാരണം മറ്റു സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നു പോയെന്നും ഇപ്പോൾ ഞാൻ ആ വ്യാജബിംബങ്ങളെയെല്ലാം കൈവിട്ടിരിക്കുന്നു എന്നും സത്യഹൃദയത്തോടെ നിന്റെ റുബൂബിയത്ത് അംഗിച്ചുകൊണ്ട് നിന്റെ സന്നിധാനത്ത് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ സവിധത്തിൽ വരാതെ അള്ളാഹുവിനെ യഥാർത്ഥ റബ്ബായി സ്വീകരിക്കാൻ പ്രയാസമാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്നും മറ്റു റബ്ബുകളും അതിനോടുള്ള മഹത്വങ്ങളും നീങ്ങിപ്പോകുന്നില്ലെങ്കിൽ യഥാർത്ഥ റബ്ബും അവനുള്ള സ്ഥാനവും സ്ഥിരപ്രതിഷ്ഠ നേടുന്നതല്ല. ചിലർ കളവിനെ തന്റെ റബ്ബായി വെച്ചിരിക്കുന്നു. കളവ് പറയാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നവർ കരുതുന്നു. ചിലർ മോഷണത്തെയും പിടിച്ചുപറിയെയും കൊള്ളയെയും തന്റെ റബ്ബാക്കി വെക്കുന്നു. അതിലൂടെയല്ലാതെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് അവർ കരുതുന്നു. അപ്പോൾ അവരുടെ റബ്ബുകൾ ഇവയെല്ലാമായിരിക്കും. ഒരു മോഷ്ടാവ് കൊള്ളയടിക്കാനുള്ള എല്ലാ വസ്തുക്കളും അവന്റെ കൈവശമുണ്ടായിരിക്കെ രാത്രിയുടെ സമയം അവന് ലഭിക്കുകയും അതോടൊപ്പം കാവൽക്കാരൊന്നും ഉണർന്നിരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവൻ ആ അവസരത്തിൽ തന്റെ ജീവിത വിഭവം സമാഹരിക്കാൻ മോഷണമല്ലാതെ മറ്റേതെങ്കിലും മാർഗം ചിന്തിക്കുമോ? അവന്റെ ആയുധങ്ങളായിരിക്കും അവന്റെ നാഥനായി അവൻ കരുതുക. ചുരുക്കത്തിൽ തങ്ങളുടെ പദ്ധതികളിലും കുതന്ത്രങ്ങളിലും ആശ്രയം കണ്ടെത്തുന്നവർക്ക് അള്ളാഹുവിനോട് സഹായം തേടേണ്ട പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെ എന്തിരിക്കുന്നു? എല്ലാ വഴികളും അടഞ്ഞ വ്യക്തിക്കാണ് ദുആയുടെ ആവശ്യമുണ്ടാവുക. അള്ളാഹുവിന്റെ സന്നിധാനമല്ലാതെ മറ്റൊരു വഴിയും അവനുണ്ടാവുകയില്ല. അപ്പോഴാണ് ഹൃദയാന്തരാളങ്ങളിൽ നിന്നും ഈ ദുആ പുറപ്പെടുക, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ എന്നുള്ളത്. जो खुदा ही को अपना रब जान चुके हैं और उनको यकीन है कि उनके रब के सामने और सारे अरबाब बातिला हेच हैं. ചുരുക്കത്തിൽ ദുആ ചെയ്യുക എന്നത് അള്ളാഹുവിനെ തന്നെ തന്റെ റബ്ബായി മനസ്സിലാക്കിയവർക്ക് മാത്രമാണ്. അവരുടെ യഥാർത്ഥ റബ്ബിന്റെ മുമ്പിൽ അവരുടെ പൊയ്തവങ്ങളെല്ലാം നിഷ്പ്രഭമാണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കും. തീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്തിൽ വെളിപ്പെടുന്ന തീയല്ല, വഖിന അസാബന്നാർ എന്നതിലുള്ള നാർ. ലോകത്ത് ഒരു ദീർഘായുസ് ലഭിച്ച വ്യക്തി ആയിരക്കണക്കിന് തീ ഈ ലോകത്തുണ്ടെന്ന് കാണുന്നതാണ്. नाकामियां അനുഭവസ്ഥർക്കറിയാം ലോകത്ത് വിവിധങ്ങളായ തീയുണ്ടെന്ന്. വിവിധങ്ങളായ ശിക്ഷകൾ, ഭയം, പട്ടിണിയും പരിവട്ടവും, और रिश्तेदारों के साथ मामलात में उलझन, गर्ज ये सब आग രോഗങ്ങൾ, പരാജയങ്ങൾ, करता है कि सारी किस्म की നിന്ദ്യതകൾ, വിപത്തുകൾ, ആയിരക്കണക്കിന് ദുഃഖങ്ങൾ, കുട്ടികളും ഇണകളും മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ, ചുരുക്കത്തിൽ ഇവയെല്ലാം തീയാണ്. ഈ എല്ലാത്തരം തീയിൽ നിന്നും രക്ഷിക്കാനാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. നിന്റെ കോന്തര ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. മനുഷ്യജീവിതത്തെ വിഷമാവസ്ഥയിലാക്കുന്ന ഈ എല്ലാ ദുർഘടാവസ്ഥയിൽ നിന്നും ഈ എല്ലാ തീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. फरमाते हैं कि अल्लाह ताला ने പറയുന്നു फरमाया है कि वजाइल യഥാർത്ഥ അഹമ്മദികളോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം. ये तो ഇതിനെക്കുറിച്ച് മുമ്പും പരാമർശം കഴിഞ്ഞിട്ടുണ്ട്. होने वाले അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. हजरत വിശ്വാസികളെ കുറിച്ച് അള്ളാഹുവിന്റെ വാഗ്ദാനം വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരമാണ്, വജായിലുല്ലദീന തബഉക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. इन्हीं अल्फाज में मुखातिब നസ്രയത്തിൽ ജനിച്ച ഇബ്നു മറിയമിനോടാണ് ഈ വാഗ്ദാനം ഉണ്ടായിരുന്നത്. मुझे भी अल्लाह എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സുവാർത്ത നൽകുകയാണ്, യസൂ മസീഹിന്റെ നാമത്തിൽ വരുന്ന ഇബ്നു മറിയമിനും बशारत अजीम അള്ളാഹു ഇതേ വാക്കുകളിൽ തന്നെ സുവാർത്ത നൽകിയിരിക്കുന്നു. മസീഹ് മൗദായി വന്നിരിക്കുന്ന എനിക്കും അള്ളാഹു ഈ സുവാർത്ത നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ മഹത്തായ വാഗ്ദാനത്തിലും സുവാർത്തയിലും നിങ്ങളും പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? नहीं जानते അമ്മാറയുടെ അവസ്ഥയിലുള്ളവരായിരിക്കുമോ ഈ പദവിയിലെത്തുന്നവർ? ദുർനടപ്പിലും ഹീനകൃത്യങ്ങളിലും മുഴുകിയിരിക്കുന്നവരായിരിക്കുമോ? അല്ല, ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളെ യഥാർത്ഥ രീതിയിൽ വിലമതിക്കുന്നവരും എന്റെ കാര്യങ്ങളെ കളിതമാശയായി ഗണിക്കാത്തവരും ഓർത്തിരിക്കുക, ആത്മാർത്ഥമായി കേൾക്കുകയും ചെയ്യുക. എന്നോടൊപ്പം ബന്ധം സ്ഥാപിച്ചവരോട് ഒരാവർത്തി കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ബന്ധം സാധാരണ ബന്ധമല്ല, വളരെ മഹത്തരമായ ബന്ധമാണ്. ഈ ബന്ധം എന്റെ വ്യക്തിത്വവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് എന്നെ പരിപൂർണനായ ആ വ്യക്തി വരെ എത്തിച്ച
ആ അസ്തിത്വം വരെ എത്തുന്നതാണ്. इनकी परवाह ആ പരിപൂർണ അസ്തിത്വം ലോകത്ത് സത്യത്തിന്റെ ആത്മാവുമായി വന്നു. ഈ കാര്യങ്ങളുടെ സ്വാധീനം എന്റെ വ്യക്തിത്വവുമായി മാത്രം ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിൽ എനിക്കൊരു ഭയമുണ്ടായിരുന്നില്ല, ഇവരെ വകവെക്കുകയും ചെയ്യുമായിരുന്നില്ല. और हालत ഇവിടെ മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഇതിന്റെ സ്വാധീനം നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയും അള്ളാഹുവിന്റെ അസ്തിത്വം വരെയും എത്തുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും ഗ്രഹിച്ചു വെക്കുക. ഈ സുവാർത്തയിൽ നിങ്ങൾ ഭാഗവാക്കാകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിൽ പങ്കാളികളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ നിഷേധികളുടെ മേൽ വിജയിക്കും എന്ന അവസ്ഥ കൈവരിക്കാനുള്ള യഥാർത്ഥ ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ. ഈ വിജയം കരഗതമാകണമെങ്കിൽ ലബാമയുടെ അവസ്ഥ കൈവിട്ട് മുത്തമൈനയുടെ ഗോപുരം വരെ എത്തേണ്ടിയിരിക്കുന്നു. सुनो और उस ഇതല്ലാതെ മറ്റൊരൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾച്ചെവി കൊണ്ട് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനസാവാച കർമ്മന തയ്യാറാവുക. അംഗീകരിച്ചതിനു ശേഷം നിഷേധികളിൽ ഉൾപ്പെട്ട നിത്യനാശത്തിൽ പതിച്ചവരിൽ നിങ്ങൾ ഉൾപ്പെടാതിരിക്കട്ടെ. इस्लाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിന് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളിൽ ചിലതാണിത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് पहुंची നേരിട്ട് അനുഗ്രഹം കരസ്ഥമാക്കിയവർ അനുഗ്രഹീതരാണ്. ताकि हम ഈ കാര്യങ്ങൾ हकीकत को समझ അവർ നേരിട്ട് കേട്ടു. ഈ കാര്യങ്ങൾ ലഭിച്ച നാമും അനുഗ്രഹീതരാണ്. वाले നമുക്ക് रूह को समझते ഈ കാര്യങ്ങൾ എത്തിച്ചു തന്നവർക്ക് കൃതജ്ഞതയുള്ളവരായി നാം മാറേണ്ടതാണ്. ഇത് മുഖേന ബയ്യത്തിന്റെ പൊരുൾ അറിയാൻ നമുക്ക് സാധിച്ചു. നന്മ ചെയ്യുന്നവരിലും कोशिश करने वाले നന്മയുടെ ആത്മാവ് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുന്നവരിലും നാം ഉൾപ്പെടുകയുണ്ടായി. इस्लाम ने डाला है। നന്മ സ്വായത്തമാക്കുന്നതിൽ മുന്നേറാൻ ശ്രമിക്കുന്നവരിൽ നാം ഉൾപ്പെടുകയുണ്ടായി. फर्ज है നമ്മെ अल्लाह ताला का शुक्रगुजार बंदा बनते हुए തഖ്വയുടെ യഥാർത്ഥ മാർഗത്തിൽ ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ചരിപ്പിച്ചത്. അതിന്റെ ജ്ഞാനം നമുക്ക് പകർന്നു തരികയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹുവിൽ കൃതജ്ഞതയുള്ളവരായി നാം മാറി തഖ്വയിൽ പദമൂന്നുന്നവരായി മാറേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അള്ളാഹു है हमारे നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. जो मरकज में रबा में ही काम कर रहे थे ജുമാക്ക് ശേഷം नईम साहब इब्न शेख मोहम्मद असलम ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. रहने वाले थे। ആദ്യം तरतीब रिकॉर्ड जो പ്രഭുവയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മുറബ്ബി സിൽസില ഷെയ്ഖ് മുഹമ്മദ് നഈം സാഹിബിന്റേതാണ്. മുഹമ്മദ് അസ്ലം സാഹിബാണ് പിതാവ്. करते हुए ദുന്യാപൂർ നിവാസിയാണ്. दिल का हमला हुआ। ഷൂബ തർത്തീബ് റെക്കോർഡിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അഞ്ചുമന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന വകുപ്പാണിത്. डॉक्टरों की पूरी कोशिश ഓഫീസിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. की और वफात पा गए। अल्लाह ताला के हुजूर ബോധരഹിതനായി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. उनकी उम्र 62 साल थी। ഡോക്ടർമാർ ശ്രമിച്ചു നോക്കിയെങ്കിലും बड़ी അദ്ദേഹം രക്ഷപ്പെട്ടില്ല. വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. काम करने वाले थे। 52 വയസ്സായിരുന്നു. 18 साल की उम्र में उन्होंने वसीयत की थी। बतौर मुबल्लिग सिलसिला से अली में खिदमत अंजाम दी। നല്ല പ്രസന്നമുള്ള വ്യക്തിത്വമായിരുന്നു. ജനപ്രിയനായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു. और जैसा कि मैंने बताया आजकल शोभा तरतीब 18 वയസ്സിൽ വസിയത്ത് ചെയ്തിരുന്നു. സെറാലിയോണിൽ മുബല്ലിഗായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ വിവിധ ജില്ലകളിൽ മുറബ്ബിയായി പ്രവർത്തിച്ചു. ये मुकर्रम मौलाना रशीद अहमद सब ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ ഷൂബയെ തർബിയത്ത് റെക്കോർഡിംഗിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. अपनी औलाद तो कोई नहीं थी इसलिए തന്റെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു. सबर और हिम्मत और हौसला दे। മൗലവി റഷീദ് അഹമ്മദ് സാഹിബ് ചൗത്തായി മർഹൂം മുബല്ലി സിൽസിലയുടെ മരുമകനായിരുന്നു. मुकर्रम ഇദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. आसफाल साहब വളർത്തുപുത്രിയാണുള്ളത്. ഭാര്യയും ഉണ്ട്. ഇവർക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ और അഹ്സൻ കമാൽ സാഹിബിന്റേതാണ്. अहमदी हुए थे। मुस्लिम अलैहिस्सलाम സഫർ ഇക്ബാൽ സാഹിബാണ് പിതാവ്. के हाथ में बैत की थी। സ്വദേശം പഞ്ചാബിലെ ജില്ല ലയ്യയാണ്. दादा മുതുമുത്തച്ഛൻ അഹമ്മദിയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. ഉപ്പാപ്പ सदर हल्का है के तौर पर भी काम कर रही हैं लजना का। ഖലീഫത്തുൽ മസീഹ് റാബിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇവരുടെ മാതാവ് कराची के സദർ ഹൽക്കയാണ്.
ലജ്നയുടെ ജോലി നിർവഹിച്ചു വരുന്നു. यहाँ जमात की काफी मुखालफत കറാച്ചിയിലെ 3 शहादतें हो മഹ്മൂദാബാദിലായിരുന്നു. इस वक्त ये एक कंपनी में काम कर रहे थे और അവിടെ ജമാഅത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. मशगूल थे कि 3 ഷഹാദത്തുകൾ അവിടെ നേരത്തെ നടന്നിട്ടുണ്ട്. अफराद आए ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ജനുവരി 18 ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 4:30 മണിക്ക് 2 അപരിചിതർ ബൈക്കിൽ വന്നു. ഇദ്ദേഹത്തിൽ നിന്നും മൊബൈൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അത് തടഞ്ഞപ്പോൾ ഉടനെ വെടിയുതിർത്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷഹീദായി. दरअसल बहाना ജമാഅത്ത് ഷഹാദത്ത് അല്ലെങ്കിൽ തന്നെയും അഹമ്മദിയായ കാരണത്താൽ മൊബൈൽ തട്ടിപ്പറിക്കുക എന്നത് ഒരു അടവ് പ്രയോഗിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. बहरहाल ജമാഅത്തിന്റെ പേരിൽ ഷഹീദാക്കുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ജോലി ചെയ്യുന്ന സ്ഥലം സംരക്ഷിക്കുന്നതിനായും അദ്ദേഹം തന്റെ ജീവൻ നൽകി. ഇതും ഷഹാദത്താണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. इनकी 30 साल इनकी उम्र थी. വയസ്സ് 30 तो तीसरा जनाजा है മൂന്നാമത്തെ ജനാസ अहमद साहब उच्चमागढ़ जिला ഇർഫ അഹമ്മദ് സാഹിബ്, जो ജില്ല ഹാഫിസാബാദ്. वफात ജനുവരി 9 राजे हूँ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മലൈ ഫസലുദ്ദീൻ സാഹിബ് तरान हो साहबी के റളിയല്ലാഹു തആല അൻഹു സഹാബിയുടെ മകനായിരുന്നു. उसमें उन्होंने कहा പാകിസ്ഥാൻ രൂപീകരിച്ചതിനു ശേഷം ഫുർഖാൻ ഫോഴ്സിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. जमात से भरपूर था മൂസിയായിരുന്നു. ഖിലാഫത്തിനോടും ജമാഅത്തിനോടും നല്ല സഹകരണമായിരുന്നു. बेटे याद कर ഭാര്യയും 5 ആൺമക്കളും 5 പെൺമക്കളുമുണ്ട്. रबी से മകൻ റിസ്വാൻ അഹമ്മദ് ഷാഹിദ് സാഹിബ് മുറബിയാണ്. ഇപ്പോൾ ഐവറി കോസ്റ്റിൽ സേവനമനുഷ്ഠിക്കുന്നു. होने की वजह से जनाजा അവിടെ ആയത് കാരണം ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. तीनों മൂവരുടെയും ജനാസ നമസ്കരിക്കുന്നതാണ്. അള്ളാഹു എല്ലാവരോടും മഗ്ഫിറത്തും കരുണയും ചൊരിയട്ടെ. और इन सब के दुआ ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സഹനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. 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 الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله